ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലേക്ക് പോകാം. നേരത്തെ നമ്മൾ ബോർഡിൽ എഴുതിയ ഭാഗങ്ങളുടെ ഒരു തുടർച്ച എന്നോണം ആണ് ഇനിയുള്ള ചോദ്യങ്ങൾ. PSC പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇനി പറയുന്നത്. നോക്കാം. ഇവിടെ ഓരോ ഭാഗത്തെയും ഞാൻ ഏത് പേരിലാണ് വിളിക്കുക? ട്രിക്കാണ്. ഏതാണ്? ട്രിക്ക്. ഏതാണ്? ട്രിക്ക്. ഈ ട്രിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ ഒന്നാമത്തെയാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചില വാക്കുകൾ ക്വസ്റ്റ്യൻസുകൾ തരുമ്പോൾ അതിന്റെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള സൂചനകൾ ചോദ്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ ചോദ്യം മനസ്സിലാക്കാൻ വേണ്ടി ആ ചോദ്യത്തിൽ തന്നെ ആൻസറിലേക്ക്, ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സൂചനകൾ അതിൽ തന്നെ ഉണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരു പ്രയാസം നമുക്ക് ഇല്ല. നിങ്ങളെ മക്കളെ എന്നാ പിടിച്ചോളി, നിങ്ങൾക്ക് അതിന്റെ ഉത്തരം ആയി തന്നെ ഉണ്ട് ട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യം നിങ്ങൾക്ക് ഏറ്റവും ഈ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. അതിൽ ഒന്നാമത്തെ ട്രിക്ക് നമ്പർ 1. ട്രിക്ക് നമ്പർ 1 ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ്. എന്താണ് പഠിച്ചിട്ടുള്ളത്? എന്താണ് പഠിക്കാൻ പോണത്? ഏത് മോഡൽ ഓക്സിലറി കഴിഞ്ഞാലും, ഒരു മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വെർബിന്റെ V1 ഫോം വേണം. എന്താണ് വേണ്ടത്? വെർബിന്റെ V1 ഫോം ആണ് ചേർക്കേണ്ടത്. വെർബിന്റെ ഏത് ഫോമാണ് ചേർക്കേണ്ടത്? V1 ഫോം ആണ് ചേർക്കേണ്ടത്. അപ്പൊ മോഡൽ ഓക്സിലറി അല്ലെങ്കിൽ മൊഡാൽ ഓക്സിലറി എന്താണെന്ന് അറിയണ്ടേ? മൊഡാൽ ഓക്സിലറി എന്താണ് എന്നറിയുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. മൊഡാൽ ഓക്സിലറിക്ക് ശേഷം എന്ത് വരണം? V1 വരണം. എന്ത് വരണം? V1 ആണ് വരേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ പഠിക്കൂ. ഇവിടെ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറാണ്. ഇവിടെ നിന്ന് 1 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. നിസ്സാരമായ ഒരു കാര്യം ഓർത്തു വെച്ചാൽ മതി. എന്താണ് ഓർത്തു വെക്കാൻ? മൊഡാൽ ഓക്സിലറിക്ക് ശേഷം വെർബിന്റെ ഏത് ഫോമാണ് വരേണ്ടത്? V1 ഫോമാണ് വരേണ്ടത്. ഏത് ഫോമാണ് വരേണ്ടത്? V1 ഫോമാണ് വരേണ്ടത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഈ V1 ശേഷം SES വേണ്ട. അത് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. V1 ശേഷം എന്താണ്? SES വേണ്ട. ഉദാഹരണം V1. ഇത് എന്താണ്? V1 അല്ലേ? V1 ശേഷം എന്ത് വേണ്ട? SES വേണ്ട. ഇങ്ങനത്തെ ഫോമുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എസും ഇഎസും ഒഴിവാക്കണം. ഡയറക്റ്റ് ആയിട്ട് ഏത് ഫോം എഴുതിയാൽ മതി? V1 ഫോം എഴുതിയാൽ മതി. അപ്പൊ മൊഡാൽ ഓക്സിലറി എന്താണെന്ന് അറിയാലോ. അതിനാണ് തുടക്കത്തിൽ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടുള്ളത്? മൊഡാൽ ഓക്സിലറി എന്താണെന്ന് പഠിച്ചിട്ടുള്ളത്. അത് ഒന്നും കൂടി ഞാൻ എഴുതി തരാം. എന്താണ് മൊഡാൽ ഓക്സിലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? മൊഡാൽ ഓക്സിലറി ഒന്ന് പറഞ്ഞു നോക്കി, ഏതായിരിക്കും? വില്ല്, ഷാള്, അതുപോലെ തന്നെ ക്യാന്, മേ, അതുപോലെ തന്നെ എന്താണ്? വുഡ്, ഷുഡ്, കുഡ് അല്ലെ? അതുപോലെ തന്നെ എന്താണ്? മൈറ്റ് എന്ന ഫോം അല്ലെ, എക്സെട്ര. ഇനിയുണ്ട് ഒരുപാട് ഫോമുകൾ ഉണ്ട്. നമുക്കതൊന്നും ആവശ്യം ഇല്ല. പരീക്ഷയ്ക്ക് അവിടുന്ന് ഒന്നും ചോദിക്കില്ല. ഇവിടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഞാൻ ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഏതാണ് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത്. നോക്കൂ, ഈ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ വെർബിന്റെ V1 ഫോമാണ് വരിക. ഏതാണ് വരിക? നമുക്കൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പരിചയപ്പെടാം. ഉദാഹരണത്തിന് ഹി വിൽ. നമുക്ക് ഇവിടെ ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ, സെന്റൻസുകൾ ഞാൻ എഴുതാം. ഗോ, വെന്റ്, ഗോൺ, ഗോസ്. ഇതില് ഏതാണ് ശരിയായ ആൻസർ എന്നുള്ളതാണ്. A, B. നോക്കൂ, 1,
2 3 4 ഏതാ ശരി? ഏതാ ശരി? ഒന്നല്ലേ? ശരിയല്ലേ? മതി. ഒരു മാർക്ക് കിട്ടി. നിങ്ങൾ പഠിച്ചു. ബ്രില്യന്റ്, വളരെ എക്സലന്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. നമുക്കറിയാം ഇതാണ് അതിലെ ശരിയായ ആൻസർ. ക്ലിയർ ആയോ? ഇപ്പൊ എത്ര മാർക്ക് കിട്ടി പരീക്ഷയ്ക്ക്? പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് 1 മണിക്കൂർ ആയിട്ടില്ല, അപ്പോഴേക്കും നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്ര വന്നു? 1 മാർക്ക് വന്നു. രസല്ലേ? സൂപ്പർ അല്ലേ? ഒന്നുകൂടി നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഷീ വുഡ് റോട്ട് റൈറ്റ് റൈറ്റ്സ് റിട്ടൺ. നോക്കൂ, 1 2 3 4 ഏതാണ് ആൻസർ വരിക? 1 2 3 4. ഞാൻ പറഞ്ഞു V1 V2 V3. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ഏതാണ്? 2 അല്ലേ ആൻസർ വരിക? അപ്പൊ എളുപ്പമല്ലേ? ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? 2. ഇവിടുത്തെ ആൻസർ 1. സൂപ്പർ അല്ലേ? ഓക്കെ, അടുത്തത് നമുക്കറിയാം സി സോ സീൻ. എന്താണ്? V1 V2 V3. ഏതാണ്? V1 V2 V3 ആണല്ലോ. ഇനി ഞാൻ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ഷീ ക്യാൻ സീസ് സീ സോ സീൻ. എന്തായിരിക്കും ഇതിൽ ആൻസർ വരിക? 1 2 3 4 ഏതായിരിക്കും ആൻസർ വരിക? ഏതാണ്? 2 അല്ലേ ആൻസർ വരിക? അപ്പോ നമുക്ക് ഇവിടെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? ഇപ്പോ ശരിയാക്കി കഴിഞ്ഞു. ഇത്ര മാത്രമേ നമുക്ക് ഏത് ഭാഗത്തുനിന്ന് പഠിക്കാനുള്ളൂ? മൊഡാൽ ഓക്സിലറീസ് പഠിക്കാൻ ഉള്ളൂ. എന്താ മൊഡാൽ ഓക്സിലറീസിന് പഠിക്കാനുള്ളത്? മൊഡാൽ ഓക്സിലറിക്ക് ശേഷം വെർബിന്റെ എന്തുപയോഗിക്കണം? V1 ഫോം വേണം. എന്ത് വേണ്ട? V1 ശേഷം SES എന്ന വേണ്ട. എസും ഇയസും വേണ്ട. അതുകൊണ്ട് ഇത് വരില്ല, ഇത് വരില്ല. ഇതൊക്കെ എന്താണ്? ആൻസർ തെറ്റാണ്. അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ഒന്ന് ചെയ്യാം. നോക്കാം, 4 ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ദേ കുഡ് ടേക്ക് took takes taken. 1 2 3 4 ഇതിൽ ഏതായിരിക്കും ആൻസർ വരിക? 3 അല്ല, ഏതാ? 1 ആൻസർ വരിക. അത് ഞാൻ പറയാം. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഇതാണ് എന്ത്? V1 V2 V3 ഫോം. ടേക്ക്, ടുക്ക്, ടേക്കൺ. അങ്ങനെയാണെങ്കിൽ മോഡൽ ഓക്സിലറി അല്ലേ ഇത്? ഈ പറഞ്ഞതൊക്കെ എന്താണ്? മോഡൽ ഓക്സിലറി അല്ലേ? അല്ലേ? മോഡൽ ഓക്സിലറിക്ക് ശേഷം എന്ത് വരണം? V1 വരണം. ഇവിടെ V1 എന്താണ്? ഈ ടൈക്കല്ലേ? ഈ ടൈക്കല്ലേ V1? ആണല്ലോ, അല്ലേ? അപ്പോ നമുക്ക് ആൻസർ എന്താണ് വരിക? 1 അല്ലേ ആൻസർ? അല്ലേ? ഇതാണ് ഒന്നാമത്തെ ട്രിക്ക്. ട്രിക്ക് നമ്പർ 1. ട്രിക്ക് നമ്പർ 1. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 1 മാർക്ക് കയറി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 50 മാർക്ക് 40 മാർക്ക് മതി നമുക്ക്. 40 to 50 മാർക്ക് മതി. അതിൽ 1 മാർക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതാരെങ്കിലും മറക്കുവോ? ഇല്ല. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം.
അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ കിടക്കുന്ന മറ്റൊരു ചോദ്യം ഉണ്ട്. ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ ബന്ധപ്പെട്ട ഒരു ചോദ്യം ആണ് ഇനി പഠിക്കാനുള്ളത്. നമുക്കറിയാം ട്രിക്ക് നമ്പർ 2. ട്രിക്ക് നമ്പർ 2. ട്രിക്ക് നമ്പർ 2ലാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. രണ്ടാമത്തെ ട്രിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു ടോപ്പിക്കാണ്. മൊഡൽ ഓക്സിലറീസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ഒരു ഭാഗം കഴിഞ്ഞു. അടുത്തത് ട്രിക്ക് നമ്പർ 2. ട്രിക്ക് നമ്പർ 2ല് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇതാണ്. ടു ഇൻഫിനിറ്റി. എന്താണ്? ടു ഇൻഫിനിറ്റി. എന്താണ്? ടു ഇൻഫിനിറ്റി. പേരതാണ്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇനി ഞാൻ എഴുതാൻ പോവാണ്. അതായത് 2 എന്നതിന് ശേഷം വരുന്ന വെർബ്, ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വരുന്ന വെർബ് എന്തായിരിക്കണം? V1 ആവണം. V1 ആവണം. V1 ആവണം. നേരത്തെ നമ്മൾ പറഞ്ഞു മോഡൽ ഓക്സിലറീസ് പറഞ്ഞു. സെയിം റൂളാണ്. സെയിം റൂള്. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, V1ന് ശേഷം SES വേണ്ട. SES വേണ്ട. അപ്പൊ എന്താണ് പറഞ്ഞത്? ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ന് ശേഷം എന്ത് വരണം? 2ന് ശേഷം എന്ത് വരണം? V1 ആണ് വരേണ്ടത്. 2ന് ശേഷം വരേണ്ടത് എന്താണ്? V1. ക്ലിയർ ആണല്ലോ? ഇനി ക്വസ്റ്റ്യൻ ചെയ്യല്ലേ? ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്യല്ലേ? ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ 4 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. They wanted to take, took, taken, takes. 1, 2, 3, 4. ഏതാ ആൻസർ വരിക? 1 അല്ലേ? അപ്പോ ഇവിടെ ഇതാണ് ആൻസർ. നമ്മൾക്ക് 1 മാർക്ക് കിട്ടി. എത്ര മാർക്ക് കിട്ടി? 1 മാർക്ക് നമുക്ക് കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യൻ. She planned to, went, goes, go, gone. 1, 2, 3, 4. ഏതാണ് ഇതിലെ ആൻസർ വരിക? ഏതാണ് ആൻസർ വരിക? 3 അല്ലേ ആൻസർ വരിക? കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു 2 കഴിഞ്ഞാൽ എന്ത് വരണം? 2 കഴിഞ്ഞാൽ എന്ത് വരണം? V1 വരണം. 2 കഴിഞ്ഞാൽ എന്ത് വരണം? V1 ആണ് വരേണ്ടത്. അടുത്തത് നോക്കൂ. She wants to see, saw, seen, see. നോക്കൂ, ഇതിൽ ഏതായിരിക്കും ആൻസർ? 1, 2, 3, 4. വിരൽ പൊക്കിയാൽ മതി. ഏതായിരിക്കും? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഏതാണ്? 4 അല്ലേ ആൻസർ വരിക? അല്ലേ? 4 ആണ് ആൻസർ വരിക. ഓക്കെ. അപ്പോ ഇത് വളരെ ഈസിയാണ്. വളരെ ഈസിയാണ്. ആണോ? ആണോ? ഇത് വളരെ ഈസി ആണോ? ഈസി അല്ലേ? ഓക്കെ. ഈസി ആണെങ്കിൽ എല്ലാവരും നിങ്ങൾ കാട്ടും അല്ലേ? ഓക്കെ. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. കാട് കയറി പഠിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ? എഴുതിയിട്ടില്ല. അത് കുഴപ്പമില്ല. എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഈ പറഞ്ഞതിന്റെ ഒക്കെ നോട്ട്സ്
നോട്ട് നിങ്ങൾ എഴുതിക്കോളൂ, ബോർഡിൽ എഴുതുന്ന സമയത്ത് എഴുതിക്കോളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് PDF ആയിട്ട് അയച്ചു തരാം. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. ഞാൻ PDF തരുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ പിന്നീട് ഇതിന്റെ നോട്ട്, വിശദമായ നോട്ട് നിങ്ങൾക്ക് തരും. അത് കരുതിയിട്ട് നിങ്ങൾ എഴുതാതിരിക്കരുത്. നിർബന്ധമായിട്ടും ഇത് എഴുതി വെക്കണം. അടുത്തത് ട്രിക്ക് നമ്പർ 3 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നിപ്പോ നമ്മൾ മൊത്തം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? വെർബ് എന്താണെന്ന് പഠിച്ചു ഇന്ന്, അല്ലെ? രണ്ടാമത് നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? രണ്ടാമത് നമ്മൾ പഠിച്ചത് മൊഡാൽ ഓക്സിലറിയെ കുറിച്ച് പഠിച്ചു. മൊഡാൽ ഓക്സിലറി വന്നു കഴിഞ്ഞാൽ V1 ആണെന്ന് പഠിച്ചു. മൂന്നാമത് നമ്മൾ പഠിച്ചു ടു ഇൻഫിനിറ്റീവ് എന്ന് കഴിഞ്ഞാൽ എന്താണ്? V1 ആണ് വരിക എന്ന് പഠിച്ചു. മൊത്തം ഇന്ന് 3 ടോപ്പിക്കുകൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. 3 ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. വെർബ് എന്താന്ന് പറഞ്ഞു, മോഡൽ ഓക്സിലറി എന്താന്ന് പറഞ്ഞു, ടു ഇൻഫിനിറ്റി എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ടെൻസിൽ നിന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. ഇവിടെ ചില വാക്കുകളുണ്ട്, ഞാൻ ബോർഡിൽ എഴുതാം അത്തരം വാക്കുകൾ ഏതാണ് എന്നുള്ളത്. നോക്കൂ, എന്താണ് ഈ വാക്ക്? ഈ വാക്ക് എന്താണ്? യെസ്റ്റർഡേ. ഏതാണ്? യെസ്റ്റർഡേ. അടുത്തത് എന്താണ്? ലാസ്റ്റ്. യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ. ഈ 3 വാക്കുകൾക്ക് പുറമെ ഒരു വാക്ക് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുകയാണ്. എന്താണ്? 1947, 1947. ഈ പറഞ്ഞ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പറഞ്ഞ വാക്കുകൾക്കെല്ലാം എന്താണ്? ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? അല്ലെ? എല്ലാം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചാണ്. കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാനിവിടെ പറയുന്ന സെന്റൻസ്, ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഇതേ ഏതെങ്കിലും ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ഇതുപോലത്തെ ഏതെങ്കിലും ഒരു വാക്ക് സെന്റൻസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ സെന്റൻസിൽ എന്ത് ഉപയോഗിക്കണം? V2 ഫോമിലേക്ക് മാറ്റണം. അതിനെന്തിലേക്ക് മാറ്റണം? V2 ഫോമിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ നിങ്ങൾക്കറിയാം V1 എന്താണ് എന്നുള്ളത്, V2 എന്താണ് എന്നുള്ളത്, V3 എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞതാണ്? ഇവിടെ പഠിച്ച് കഴിഞ്ഞതാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? യെസ്റ്റർഡേ, ലാസ്റ്റ്, എഗോ, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ ഉണ്ടെങ്കിൽ അതിലെ വെർബ് ഏത് ഫോമിലായിരിക്കണം വരേണ്ടത്? V2 ഫോമിലായിരിക്കണം വരേണ്ടത്. ഡയറക്റ്റ് V2 ആയിരിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടാം, എങ്ങനെയാണ് അത്തരം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചെയ്യാൻ പോണത് എന്നുള്ളതാണ്. നോക്കാം. 1, 2, 3 ക്വസ്റ്റ്യൻ ചെയ്യാം. ഹി ഡാഷ് യെസ്റ്റർഡേ. ഹി ഡാഷ് യെസ്റ്റർഡേ. നോക്കാം. ഇവിടെ ഓപ്ഷൻ ഞാൻ തരികയാണ്. കം, കെയിം, comes, നോക്കൂ, ഏതായിരിക്കും ആൻസർ വരിക? 1 ആണോ, 2 ആണോ, 3 ആണോ? ഏതാ വരിക? 2 ആണ് ആൻസർ ആയിട്ട് വരിക. 2 ആണ് ആൻസർ ആയിട്ട് വരിക. ശരിയാണ്. കാരണം എന്താണ്? യെസ്റ്റർഡേ എന്നത് എന്താണ്? കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. യെസ്റ്റർഡേ എന്ന വാക്ക് എന്താണ്? കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിലെ വെർബ് ഏത് ഫോം ആയിരിക്കണം? V2 ഫോം ആയിരിക്കണം. V2 ഫോം ആയിരിക്കും. ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് ചെയ്തു നോക്കാം. We
ഡാഷ് കംസ്. അത് നമ്മൾ വേറൊരു സിറ്റുവേഷനിൽ അത് നമ്മൾ പറഞ്ഞു തരും. ഇതില് മൊത്തം എത്ര ട്രിക്കാണ്? 3 ട്രിക്കാണ്. അതിൽ വേറൊരു സമയത്ത് ഇതിൽ വേണമെങ്കിൽ നമുക്കത് 4ാമത്തെ ട്രിക്കായിട്ട് എടുക്കാം. ട്രിക്ക് നമ്പർ 4 അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, വി ഡാഷ് ഇറ്റ് ലാസ്റ്റ്. നോക്കൂ, ലാസ്റ്റ് ഡേ. അപ്പൊ ഇവിടെ ടേക്ക്, ടുക്സ്, ടേക്ക്, ടേക്കൺ. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ടേക്ക്, ടുക്സ്, ടേക്ക്, ടേക്കൺ. സോറി, ടുക്സ് ഇല്ല. ഓക്കെ, ഇവിടെ ടേക്ക്, ടുക്ക്, 2 ടേക്ക് ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഇത് 1, ഇത് 2, ഇത് 3. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഏതായിരിക്കും? ലാസ്റ്റ് എന്ന വാക്കുണ്ട്. ലാസ്റ്റ് എന്ന വാക്ക് ഉള്ളത് കൊണ്ട് കഴിഞ്ഞു പോയ കാലം ആണ് എന്തായാലും വരിക? B2. ആൻസർ ഏതായിരിക്കും വരിക? 2 അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്തത് 3ാമത്തെ പോയിന്റിലേക്ക് നമുക്കൊന്ന് വരാം. 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുമ്പോ ഈ വാക്ക് വെച്ചിട്ടാണ് നമ്മൾ ആ സെന്റൻസ് എഴുതുന്നത്. നോക്കാം. ഷീ ഡാഷ് two days ago. അപ്പോ see, saw, seen, sees. ഏതായിരിക്കും വരിക? ഏതായിരിക്കും? see, saw, seen, s. 1, 2, 3, 4. ഏതാണ്? ഇതായിരിക്കും ആൻസർ വരിക. സോ അല്ലേ? അപ്പോ ഇത് വളരെ എളുപ്പമാണ്. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ എവിടെ ഉണ്ടാവും? പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന, പരീക്ഷയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതോടുകൂടി നമുക്ക് ട്രിക്ക് നമ്പർ 3 എന്ത് ചെയ്യാം? ഇവിടെ അവസാനിപ്പിക്കാം. ഇയർ വെച്ചിട്ടുള്ളത് നമുക്ക് പറയാം, നോക്കാം. ഇപ്പോ ഇവിടെ നോക്കാം. ഇനിയിപ്പോ ഗെറ്റ് വ്യത്യാസമുള്ളതായിക്കോട്ടെ, എന്നാലേ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ അതാണ് അവർക്ക്. ടേക്ക്, ടുക്ക്, ടേക്കൺ. നോക്കൂ, 3 ഫോമുകളുണ്ട്. ടേക്ക്, ടുക്ക്, ടേക്കൺ. V1, V2, V3. സെന്റൻസ് നോക്കാം. I dash it in 2023. അപ്പോ ഇവിടെ നോക്കുക. ടേക്ക്, ടുക്ക്, ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ഇവിടെ ഈ 2023 എന്ന് പറയുന്നത് എന്താണ്? 2023 അതുപോലെ തന്നെ 1947 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാം എന്താണ്? പാസ്റ്റ് ആണ്. അപ്പൊ ആൻസർ എന്തായിരിക്കും വരിക? ടുക്കാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവര് വളരെ ബ്രില്യന്റ് ആണ്. ഞാന് ആൻസർ പറയുന്നതിന്റെ, ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ എഴുതുന്നതിന്റെ മുന്നേ തന്നെ ഇവരെന്ത് ചെയ്യാണ്? ആൻസർ പറയാണ്. എനിക്ക് എക്സാമ്പിൾ എഴുതാനുള്ള സമയം കൂടി നിങ്ങൾ തരുന്നില്ല. വളരെ ബ്രില്യന്റ് ആയിട്ട് നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്. അപ്പൊ അതിന് വളരെ സന്തോഷമുണ്ട്. എനിക്ക് എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. അപ്പൊ വേണ്ട, അപ്പോഴേക്കും 2 ആൻസർ റെഡിയാണ് ഇവിടെ. അല്ലെ? വളരെ നല്ല കാര്യമാണ്. വളരെ ബ്രില്യന്റ് ആയ ആളുകളാണ് നിങ്ങൾ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആർക്കും ജോലി കിട്ടൂല.
കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അത്രയും നല്ല രീതിയിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കേ ജോലി കിട്ടുള്ളൂ. ഈ നിങ്ങൾക്കല്ലാതെ വേറൊരാളുണ്ടെങ്കിൽ അവർക്ക് ജോലിയില്ല. നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടേ അവർക്ക് കിട്ടുള്ളൂ. അത്രയും ബ്രില്യൻ്റ് ആണ് നിങ്ങൾ. ഓക്കെ ആണല്ലോ? അപ്പൊ ട്രിക്ക് നമ്പർ 3 ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈപൊക്കുക, ഒരു കൈപൊക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇവിടെ ഒരാൾ പറഞ്ഞു ES എന്താണ് എന്നുള്ളൊരു വിഷയം പറഞ്ഞു. എസും ESഉം ഒരു വിഷയം പറഞ്ഞു. അവിടെ ഞാൻ ഇനി നിങ്ങൾക്ക് പറയാൻ പോകുന്നത് എന്താണ്? ട്രിക്ക് നമ്പർ എത്രയാണ്? 4 അല്ലേ? ട്രിക്ക് നമ്പർ 4 അല്ലേ? ട്രിക്ക് നമ്പർ 4 ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്താണ് എന്നുള്ളതാ. ഇവിടെ ചില വാക്കുകൾ ഉണ്ട്. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് ആ വാക്കുകൾ? നമുക്കൊന്ന് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? യൂഷ്വലി. ഏതാണ് ആ വാക്ക്? യൂഷ്വലി. ഇനി അടുത്തത് ഒരു വാക്കാണ് എന്ത്? ഓൾവേസ്. ഏതാണ്? ഓൾവേസ്. ഏതാണ്? ഓൾവേസ്. ഈ അടുത്തത് ഇവിടെ വരുന്ന ഒരു വാക്കാണ് എന്താണ്? ഡെയിലി. ഏതാണ്? ഡെയിലി. അടുത്ത ഒരു വേർഡാണ് എന്ത്? എവരി. ഏതാണ്? എവരി എന്ന വാക്ക്. ഇനി ഒരുപാട് വാക്കുകളുണ്ട്. അതൊന്നും പരീക്ഷയ്ക്ക് നമുക്ക് ആവശ്യം ഇല്ല. ഏതൊക്കെയാണ്? ഒന്ന് റെഗുലർലി. എന്താണ്? റെഗുലർലി, പെർമനന്റ്ലി, കോൺസ്റ്റന്റ്ലി, ഇങ്ങനെ തുടങ്ങുന്ന വാക്കുകൾ ഉണ്ട്. പരീക്ഷയ്ക്ക് ആവശ്യമുള്ള വാക്കുകൾ ഇപ്പൊ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ്? യൂഷ്വലി, ആൾവേസ്, ഡെയിലി, എവരി, റെഗുലർലി, എറ്റ്സെട്ര. കഴിഞ്ഞിട്ടില്ല. എന്താണ്? എറ്റ്സെട്ര. ഇനിയും ഒരുപാട് വാക്കുകൾ ഉണ്ട്. ഈ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വാക്കുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഈ വാക്കുകൾ എല്ലാം തന്നെ എന്തിനെ സൂചിപ്പിക്കുന്നു? എന്തിനെ സൂചിപ്പിക്കുന്നു? പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യം ആണ്. എന്തിനെ സൂചിപ്പിക്കുന്ന കാര്യം ആണ്? പതിവിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ യൂഷ്വലി അല്ലെ, പതിവായിട്ട്. എല്ലാം ഒരേ മീനിങ് തന്നെയാണ്. എല്ലാത്തിനും ചെറിയ മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ എപ്പോഴും എന്ന വാക്ക്, ഞാൻ എപ്പോഴും എൻ്റെ സ്കൂളിലേക്ക് പോകാറുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോകാറുണ്ട്. നോക്കൂ, ഇവിടെ നോക്ക. സ്ഥിരം എന്ന് പറഞ്ഞാലും എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഇത്? എന്താണ്? തുല്യമല്ലേ? എല്ലാം അതും പര്യായ പദങ്ങളാണ്. അതൊക്കെ എന്താണ്? അത്തരം വാക്കുകളെ നമ്മൾ പറയുന്ന പേരുകളാണ് എന്ത്? പര്യായ പദങ്ങൾ. ഇംഗ്ലീഷിന് അതിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സിനണിംസ് എന്നാണ് പറയാ. സംഗതി എല്ലാത്തിനും ഒരേ അർത്ഥം ആണ് ഉള്ളത്. ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. യൂഷ്വലി പതിവായിട്ട്, ആൾവേസ് എപ്പോഴും, ഡെയിലി എല്ലാ ദിവസവും, എവരി എപ്പോഴും, റെഗുലർലി സ്ഥിരമായിട്ട്. വാക്കുകൾ മാറിയിട്ടുണ്ട് എങ്കിലും ഇതിന്റെ അർത്ഥം, ധ്വനി ഒന്ന് തന്നെയാണ്. എല്ലാം എന്താണ്? എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. പല വാക്കുകൾ ഉണ്ട് എങ്കിൽ പോലും അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? പതിവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനിയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സെന്റൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ആണ് ഇവിടെ. ഈ ഒരു ഭാഗം വളരെയധികം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുക. പതിവിനെ സൂചിപ്പിക്കുന്ന വാക്കുകളാണെങ്കിൽ അതിലെ വെർബ് എന്തായിരിക്കണം? അതിലെ വെർബ് ഏത് ഫോമിലായിരിക്കണം? ഏതായിരിക്കണം എന്നാണ് പറഞ്ഞത്? V1 തന്നെയാണ്. അതായത് യൂഷ്വലി, ആൾവേസ്, ഡെയിലി, എവരി, റെഗുലർലി വാക്കുകളാണെങ്കിൽ എന്താണ്? V1 വേണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? V1 വേണം. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അങ്ങനെ V1 മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചില കേസിൽ ശരിയാവൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ നമ്മൾ രണ്ട് രീതിയിൽ സബ്ജക്റ്റിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. സബ്ജക്റ്റിനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സിംഗുലർ, പ്ലൂരൽ. ഏതാണ്? സിംഗുലർ, പ്ലൂരൽ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറയാം. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹി, ഷീ, ഇറ്റ്. ഏതാണ്? ഹി, ഷീ, ഇറ്റ്. ഇതൊക്കെ എന്താണ്? എന്താണ്? ഒരാള് അല്ലെങ്കിൽ
ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ് ഈ വാക്കുകൾ. ഒന്ന് ആണല്ലോ അല്ലെ? എന്നാൽ പ്ലൂറൽ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? ഏതാണ്? ഐ, യു, ദേ, വി. ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഏതാണ്? പ്ലൂറൽ ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഐ, യോ, ദേ, വി ആണ് വരിക. ഇത് കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ശ്രദ്ധിക്കണം. നോക്കൂ, പ്ലൂറൽ ആണെങ്കിൽ ഐ, യോ, ദേ, വി. ഇതിൽ എന്താണ് സൂചിപ്പിച്ചിട്ടുള്ളത്? ഒന്നിൽ കൂടുതൽ ആളുകളാണ്. ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിലാണ് എന്ത് ഇവിടെ പ്ലൂറൽ എന്ന് പറയുക. പ്ലൂറൽ എന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരാൾ ചിലപ്പോൾ ചോദിക്കും, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ അല്ലേ ഉള്ളൂ? ഐ എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഐനെ സിംഗുലർ ആയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. അത് അങ്ങനെയല്ല. ഐ ഒരാളാണെങ്കിൽ പോലും സായിപ്പന്മാര്, ഇംഗ്ലീഷുകാര് ഇതിനെ പിടിച്ച് എവിടേക്കാണ് ഇട്ടിട്ടുള്ളത്? എവിടേക്കാണ് ഇട്ടിട്ടുള്ളത്? പ്ലൂറലിലേക്ക് കൊടുന്ന് ഇട്ടു. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ പറയാൻ പോകുന്ന റൂള് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് പറഞ്ഞത്? വെർബ് V1 വേണം. വെർബ് എന്ത് വേണം? വെർബ് എന്ത് വേണം? V1 വേണം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് ഇതല്ലേ സിംഗുലർ സബ്ജക്റ്റ് അല്ലേ? സിംഗുലർ സബ്ജക്റ്റ് ഇതാണ്. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ V1ന്റെ കൂടെ എന്ത് വേണം? എസ്, ഇഎസ് വേണം. ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ V1ന്റെ കൂടെ എന്ത് വേണം? എസ്, ഇഎസ് വേണം. ഒന്ന് 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അങ്ങോട്ട് ക്ലിയർ ആവും. ക്ലിയർ ആവണ വരെ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതിന്റെ എക്സാമ്പിള് തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഷീ. ഏതാണ്? ഷീ. ഇതിലെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണല്ലോ. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ഹി യൂഷ്വലി എഴുതി. ഇനി ഇവിടെ ഞാൻ എഴുതുകയാണ് ഗോസ്, വെന്റ്, ഗോൺ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? 1, 2, 3, 4 എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? ഇവിടെ ആൻസർ നോക്കൂ. ഷീ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ് അല്ലെ? സിംഗുലർ ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സിംഗുലർ ആണെങ്കിൽ എന്താണ്? V1ന്റെ കൂടെ എസ് വേണം. ഇതിൽ ഏതിലാണ് V1ന്റെ കൂടെ എസ്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? രണ്ടാമത്തെ. ഏതാണ് ആൻസർ? രണ്ടാമത്തെയാണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെയാണ് ആൻസർ വരിക. അതായത് ഇതാണ് ശരിയായത്. ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. ഈ വാക്കുകൾ ഉണ്ടായാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? യൂഷ്വലി എന്ന വാക്ക് ഉണ്ടെങ്കിൽ എന്ത് വരണം? V1 വരണം. അങ്ങനെ നമ്മൾ V1 ആണ് വരിക എന്നുള്ളത് ഉറപ്പിച്ചു. പക്ഷെ V1 എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് എന്താണോ നോക്കണം? സിംഗുലർ ആണോ നോക്കണം. ഒരാളാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? V1ന്റെ കൂടെ എസും ഇഎസും വേണം. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. അടുത്തത് ശരിയാക്കാലോ. അടുത്തത് നമ്മൾ ശരിയാക്കും. നോക്കാം. ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണല്ലോ. സിംഗുലർ ആണെങ്കിൽ എന്ത് ചേർക്കണം? എസും ഇഎസും ചേർക്കണം. നമുക്കറിയാം ഏത് വാക്കുണ്ടെങ്കിൽ, ഇതിൽ ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. നോക്കാം. ഷീ ഓൾവേസ്. ക്വസ്റ്റ്യൻ ഇതാണ്. ഷീ ഓൾവേസ് വാച്ച്ഡ് വാച്ചിങ് വാച്ചസ്. ഏതാണ്? നോക്കൂ. 1, 2, 3, 4 ഏതാണ് വരിക? ആൻസർ 4 അല്ലേ ആൻസർ വരിക?
ഓക്കെ, വെരി ഗുഡ് അല്ലെ. നാലാമത്തെയാണ് ആൻസർ വരുന്നത്. കാരണം എന്താണ്? രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത്. രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഷീ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ആൾവേസ് എന്ന വാക്ക് ഉണ്ട്. ഈ പറഞ്ഞ വാക്കുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണ് നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്? V1 ഉപയോഗിക്കണം. എന്നാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ V1ന്റെ കൂടെ എന്ത് വേണം? എസും ഇഎസും വേണം. ഇവിടെ പ്ലൂറൽ ആണെങ്കിൽ എസും ഇഎസും വേണ്ട. അത് ശ്രദ്ധിക്കണം. പ്ലൂറൽ ആണെങ്കിൽ എസ് ഇഎസ് വേണ്ട. ശ്രദ്ധിക്കണം, പ്ലൂറൽ ആണെങ്കിൽ എന്ത് വേണ്ട? എസും ഇഎസും വേണ്ട. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നോക്കാം, എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ചെയ്യാം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഏതാണ്? ഐ, യോ, ദേ, വി. ഐ, യോ, ദേ, വി. ഇതിനെയാണ് എന്തെന്ന് പറയാ? പ്ലൂറൽ എന്ന് പറയാ. ഈ സബ്ജക്റ്റുകളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് വേണ്ട? എന്ത് വേണ്ട? എസോ ഇഎസോ വേണ്ട. എസും ഇഎസും വേണ്ട. ഒരു എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കാം. ദേ, കണ്ടോ? ദേ, ദേ എന്താണ്? പ്ലൂറൽ അല്ലേ? പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? എസും ഇഎസും വേണ്ട. ക്വസ്റ്റ്യൻ നോക്കാം. ദേ യൂഷ്വലി go, goes, went, gone. ഏതായിരിക്കും ആൻസർ വരിക? 1, 2, 3, 4. ഏതായിരിക്കും വരിക? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? 1 ആണ് ആൻസർ വരിക. ഏതാണ് ആൻസർ വരിക? 1 ആണ് ആൻസർ വരിക. ഇതാണ് ആൻസർ. ഇത് തെറ്റാണ്. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. അടുത്തത് വി. വി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ എന്ത് വേണ്ട? എസും ഇഎസും വേണ്ട. നോക്കൂ, വി. ഓൾവേസ്, സീ, സീസ്, സോ, സീൻ. ഏതായിരിക്കും ഇതിൽ ആൻസർ വരിക? 1, 2, 3, 4. ഏതായിരിക്കും ആൻസർ വരിക? 1 ആണ് ആൻസർ വരുന്നത്. ഇത് ശരിയാണ്. ഇതൊക്കെ എന്താണ്? നിങ്ങൾ എക്സാമ്പിൾ എഴുതി പോണട്ടോ. ഞാൻ അതിന് പ്രത്യേകിച്ച് ഒരു സമയം ഞാൻ നിങ്ങൾക്ക് തരില്ല. ഞാൻ പറയുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യനില് നിങ്ങൾ എഴുതിയെടുക്കണം. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഭാവിയിൽ ഒരുപാട് ഉപകാരപ്പെടും. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ ക്വസ്റ്റ്യനും ഓപ്ഷനും തരുന്നുണ്ട് അല്ലെ. പരീക്ഷയ്ക്ക് 4 ഓപ്ഷൻ ഉണ്ടാവുമല്ലോ. ഓപ്ഷൻ ആണല്ലോ ചോദിക്കുക. ആ ഓപ്ഷനും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഏതാണ്? യു. 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 യു എന്താണ്? പ്ലൂറൽ ആണ്. പ്ലൂറൽ ആണെങ്കിൽ എസ് എസ് വേണ്ട. നോക്കൂ, യു. ഇത് എവരി. യു ഡാഷ് റൈറ്റ്സ്, റൈറ്റ്, റോട്ട്, റിട്ടൺ. റോട്ട്, റിട്ടൺ. 1, 2, 3, 4. ഡയറി, എവരി ഡേ. എവരി ഡേ. ഏത് വാക്കുണ്ട്?
ഏത് വാക്കുണ്ട്? എവരി എന്ന വാക്ക് ഉണ്ട്. എവരി എന്ന വാക്ക് ഉണ്ടാവുമ്പോ എന്ത് വരണം? V1 വരണം. V1 ആണ് ഇവിടെ വരേണ്ടത്. ഇനി സബ്ജക്റ്റിലേക്ക് നോക്കണം. സബ്ജക്റ്റ് എന്താണ്? യു ആണ്. യു ആകുമ്പോൾ എന്ത് വേണ്ട? എസും ഇഎസും വേണ്ട. ആൻസർ എന്ത്? ആൻസർ എന്താണ്? 2 ആണ് ആൻസർ വരിക. ആൻസർ എന്താണ് വരിക? 2 ആയിരിക്കും ആൻസർ വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, PSC പരീക്ഷയ്ക്ക് ചോദ്യം തയ്യാറാക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള സൂചനകൾ എവിടെ തരുന്നുണ്ട്? ചോദ്യത്തില് തരുന്നുണ്ട്. ആ സൂചനകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഈ സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന്, ഈ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ചോദ്യം ഉണ്ടായിരിക്കും. ഇത് ടെൻസിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നിങ്ങൾ ഇത് തന്നപ്പം മറ്റേത് എന്ത് ഉണ്ടാവും? മറക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനിയൊരു ക്വസ്റ്റ്യൻ തരാം, അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്ത് നോക്കുക. അത് മറന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ. നോക്കാം, ഏതാണ്? he usually wrote, writes, written. എന്തായിരിക്കും ഇവിടെ ആൻസർ വരിക? ഹി യൂഷ്വലി. ഇവിടെ ശ്രദ്ധിക്കണം, ഹി എന്താണ്? ഹി എന്താണ്? സിംഗുലർ ആണ്. ഹി എന്താണ്? ഹി എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ എന്ത് വേണം? സിംഗുലർ ആണെങ്കിൽ എന്ത് വേണം? എസും ഇഎസും വേണം. പ്ലൂറൽ ആണെങ്കിലോ? പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? എസും ഇഎസും വേണ്ട. അപ്പൊ ഇവിടെ ഹി ആണ്. അപ്പോ 1, 2, 3, 4 ഏതായിരിക്കും ആൻസർ വരിക? 3 ആണ് ആൻസർ വരുന്നത്. 3ാമത്തെയാണ് ഇവിടെ ആൻസർ വരുന്നത്. ഇപ്പൊ പറഞ്ഞതില് ടഫൊന്നുമല്ല ഈ ഭാഗം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. അതായത് സിംഗുലർ ശ്രദ്ധിക്കണം, പ്ലൂറൽ ശ്രദ്ധിക്കണം, അല്ലെ? സിംഗുലർ സബ്ജക്ട് ശ്രദ്ധിക്കണം, പ്ലൂറൽ സബ്ജക്ട് ശ്രദ്ധിക്കണം. സിംഗുലർ സബ്ജക്ട് എന്ന് പറയുമ്പോൾ ഏതാണ്? ഹി, ഷീ, ഇറ്റ്, ദാറ്റ്. ഇനി ഒരാളുടെ പേര് ഇപ്പൊ നോക്കാം. റഹീം. ഏതാണ്? റഹീം. റഹീം എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാണ്. റഹീം എന്ന് പറഞ്ഞാൽ എത്ര ആളാ? ഒരാളാണ്. ഒരാളാണെങ്കിൽ എന്താണ്? സിംഗുലർ ആണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഇതെന്താണ്? പെന്നാണ്. ഇതെന്താണ്? പെന്നാണ്. പെന്നല്ലേ? അല്ലേ? അപ്പോ ഈ പെന്ന് എന്താണ്? സിംഗുലർ ആണ്. ഇപ്പോഴോ? ഇപ്പൊ എന്തായി? പെൻസായി. പെൻസ് എന്ന് പറയുമ്പോ എന്തായി? പ്ലൂറലാണ്. അതായത് പെൻ എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. കാരണം അതിൽ ഒരെണ്ണം ആണ് ഉള്ളത്. ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. എന്നാൽ പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലൂറലാണ്. അതായത് ഇതിൽ എന്താണ്? ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ അധികമാണ്. ക്ലിയർ ആണല്ലോ? ഇതാണ് സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം. സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം ഇതുള്ളൂ. അപ്പൊ ട്രിക്ക് നമ്പർ 4 ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? പഠിച്ച് കഴിഞ്ഞു. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ നമ്മൾ ഇവിടെ പഠിച്ച ഗ്രാമർ പാർട്ടിന്റെ പേര്